സ്വപ്നക്കൂട്. ഇന്നിത് മൂന്നാമത്തെ കുളിയാണ് ഞാൻ. ഇത് കുറച്ച് കഷ്ടാണ് കേട്ടോ ലക്ഷ്മി. എന്റെ ഏട്ടാ, ഇത് ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല. കുഞ്ഞുലക്ഷ്മിയോട് പറ. ലക്ഷ്മി ഡ്രസ്സെല്ലാം മടക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വൈശാഖം കയറി വന്നത്. ശരി, എങ്കിൽ കുഞ്ഞുലക്ഷ്മിയോട് പറയാം എന്ന് പറഞ്ഞുകൊണ്ടവൻ പോയി വാതിലടച്ചു. എന്ത്? ഒന്ന് പോ ചെറുക്കമിണ്ടാതെ. അവൻ അടുത്തേക്ക് വന്നപ്പോ അവൾ മടക്കി വെച്ച തുണികളെല്ലാം കബോർഡിൽ വെച്ചുകൊണ്ടിരിക്കുവാണ്. അച്ചയുടെ മുത്തേ, ഇങ്ങനെ അച്ചയെ കുളിപ്പിക്കാൻ തുടങ്ങിയ എങ്ങനാടാ? അച്ച പിണങ്ങണോ? അവൻ അവളുടെ വയറിന്മേൽ മുഖം ചേർത്ത് വെച്ചു. ലക്ഷ്മിയപ്പം പതിയെ അവന്റെ തലമുടിയിൽ വിരലൊടിച്ചു. എടി, നല്ല സുഖം. എന്ത്? നീ അങ്ങനെ തലമുടി തഴുകിയത്? അച്ഛനും മോളും സംസാരിച്ചു കഴിഞ്ഞെങ്കിലേ ഒന്ന് മാറിക്കേ വേഗം. നീ പോടി, ഞങ്ങൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. അവൻ മൃദുവായി അവളുടെ വയറിൽ ഉമ്മ വെച്ചു. കുഞ്ഞെപ്പോഴടി അനങ്ങാൻ തുടങ്ങുന്നേ? അതൊക്കെ 5 മാസം കഴിയുമ്പോ. അയ്യോ, അത്രയും നാൾ കാത്തിരിക്കണോ? പിന്നെ വേണ്ടേ? അപ്പോ എന്റെ ട്രെയിനിങ് ഒക്കെ കഴിയുമല്ലേ? യെസ് ബേബി, മതി മതി, മാറുമോ ഇനി? എനിക്ക് കുറച്ച് ജോലികളുണ്ട്. എന്ത് ജോലി? കുറച്ച് വർക്കുണ്ട്, അത് ചെയ്തു തീർക്കണം. കോളേജിൽ മൺഡേ മുതൽ ക്ലാസ് ഉണ്ട്. ശരി, ഞാൻ പോയേക്കാം. കെട്ടിപ്പിടിച്ച് ചേട്ടനൊരു ഉമ്മ തന്നേക്ക്. ഒന്ന് പോ മനുഷ്യ. ഏത് സമയവും ഈ വിചാരം മാത്രമേ ഉള്ളൂ. എന്ത് വിചാരം? ഛേ, നീ ഇങ്ങനെ മോശമായി സംസാരിക്കരുത് കേട്ടോ. ആരെങ്കിലും കേട്ടാൽ എന്ത് കരുതും? എപ്പോഴും വന്ന് ഈ ഉമ്മ ചോദിക്കുന്നോണ്ട് പറഞ്ഞതാ. ഓ, അങ്ങനാണോ? ഇനി ചോദിക്കുന്നില്ല, പോരെ? അവൻ അവളിൽ നിന്നും അകന്നു മാറി കട്ടിലിൽ പോയി കിടന്നു. ദേ, വിളക്ക് വെക്കാൻ നേരമായി. ത്രിസന്ധിക്ക് ആരെങ്കിലും കട്ടിലിൽ കിടക്കുവോ? നീ നിന്റെ കാര്യം നോക്കിയാൽ മതി കേട്ടോ. അവൻ തിരിഞ്ഞു കിടന്നു. മോളെ ലക്ഷ്മി, ദേ അച്ഛൻ വിളിക്കുന്നു. സുമിത്ര വിളിച്ചു. ദാ വരുന്നമ്മേ. അവൾ വാതിക്കലേക്ക് വേഗം പോയി. പെട്ടെന്ന് എന്തോ മറന്നപോലെ അവൾ തിരിച്ചു വന്നു. വൈശാഖന്റെ കവളിലൊരു മുത്തം കൊടുത്തിട്ട് അവൾ ഓടിപ്പോയി. ലക്ഷ്മി, പതുക്കെ, വീഴരുത് കേട്ടോ. അവൻ വിളിച്ചു പറഞ്ഞു. ഇപ്പോ അവൾക്ക് വയ്യാത്തോണ്ടാണ്, ഇല്ലെങ്കിൽ കട്ടിലേക്ക് വലിച്ചിടായിരുന്നു. തിരിച്ച് ഒരു 100 ചുംബനം കൊടുക്കായിരുന്നു. അവൻ ഓർത്തു. അച്ഛൻ എന്തിനാണ് അവ വിളിച്ചത്? പോയി നോക്കിയിട്ട് വരാം. വൈശാഖൻ കട്ടിലിൽ നിന്ന് എണീറ്റു. മോളെ, അച്ഛനിത് എന്താണ് കൊണ്ടുവന്നതെന്ന് നോക്കിയേ, സുമിത്ര അവളോട് പറഞ്ഞു. കുറച്ച് ഞാവൽപ്പഴമായിരുന്നു ശേഖരന്റെ കയ്യിൽ. അത് ലക്ഷ്മിക്കേറെ പ്രിയപ്പെട്ടതായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. അയ്യോ, അച്ഛൻ ഇതെവിടുന്ന് കിട്ടി? അവൾ അതിൽ നിന്ന് 1-2 എണ്ണം എടുത്തു. നമ്മുടെ തെക്കേടത്ത് കേശവന്റെ വീട്ടിൽ വലിയൊരു ഞാവലുണ്ട്. അവരത് വെട്ടിക്കളഞ്ഞു. ഞാൻ പണിതോണ്ട് നിന്നപ്പോ ശബരീഷൊക്കെ ഇതും കഴിച്ചോണ്ട് പോന്നു. അങ്ങനെയാ ഞാനിതറിഞ്ഞത്. പിന്നെ ഒന്നും നോക്കിയില്ല. അച്ഛൻ വേഗം അവിടേക്ക് ചെന്നു. മരുമകൾക്കായി കഷ്ടപ്പെട്ട് അവരോട് മേടിച്ചോണ്ട് വന്നതാ. ബാക്കി പറഞ്ഞത് ഉണ്ണിമോളാണ്. അല്ല ഉണ്ണിമോളെ, എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട് കേട്ടോ. എന്തേച്ചി? അതോ, അതെ, നമ്മുടെ വിജിച്ചേച്ചി ഇതുപോലെ ഇരുന്നപ്പോ ഇതിന്റെ പകുതി പോലും ശുഷ്കാന്തി ഈ അച്ഛനും ഉമ്മയും എന്തേ കാണിച്ചില്ല? ഓ, അതോ, അത് സിമ്പിളാണ് ചേച്ചി. വിജിച്ചേച്ചിയെ കെട്ടിച്ചയച്ചതല്ലേ? ഇവിടെയെന്ന് പറയുമ്പോ കുടുംബത്തിൽ ഒരു അനന്തരാവകാശി ഉണ്ടാകാൻ പോവല്ലേ. ദാറ്റ് വാസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ. നിർത്തടി, അവളുടെ ഒരു കണ്ടുപിടുത്തം. വൈശാഖൻ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇറങ്ങി വന്നു. ഓ, ഏട്ടൻ പേടിപ്പിക്കൊന്നും വേണ്ട. ഏട്ടന്റെ സ്ഥാനവും കുഞ്ഞാവ തട്ടിയെടുക്കും. ഇല്ലെങ്കിൽ കണ്ടോ. നീ എന്തൊക്കെയാ വിളിച്ചു കൂവുന്നേ? മനസ്സിലായില്ലേ ഏട്ടാ? നേരത്തേക്ക് അമ്മയാണെങ്കിൽ മോനെ കഴിച്ചോ, മോനെ കുടിച്ചോ, മോനെ അത് വേണ്ടേ ഇത് വേണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് എങ്ങനാണ്? നീ പറഞ്ഞ ശരിയാട്ടോ. ഇപ്പൊ അമ്മയാണെങ്കിൽ ലക്ഷ്മി മോൾക്ക് മാമ്പഴ പുളിശ്ശേരി ആയതുകൊണ്ട് ഞൊട്ടിയിടയില് അതുണ്ടാക്കുന്നു. ഉള്ളിത്തേലുണ്ടെങ്കിൽ എന്റെ കുട്ടി ഇത്തിരി ചോറുണ്ണും. ഇഞ്ചിക്കറി കൂട്ടിയാൽ വയറിന് നല്ല സുഖമാണ്. അതും പോരാ, എണ്ണ കാച്ചുന്നു, താളിയരയ്ക്കുന്നു. എന്തൊക്കെ ബഹളാണെന്റെ തേവരേ. ഉണ്ണിമോളുടെ ഇടയിൽ കയറി വീണ പറഞ്ഞു. മതി മതി, നിർത്തിയേരെ. പോയി നാമജലം നോക്കിയേ. ശേഖരൻ കൃത്രിമമായി ഗൗരവം നടിച്ചു. വീണയും ഉണ്ണിമോളും പറയുന്നത് വളരെ ശരിയാണെന്ന് വൈശാഖനും പലപ്പോഴും തോന്നിയിരുന്നു. ലക്ഷ്മിയുടെ വയറ്റിൽ
ഒരു കുഞ്ഞു വളരുന്നുവെന്നറിഞ്ഞപ്പോൾ മുതൽ അമ്മയ്ക്ക് ഇരിക്കപ്പുറതിയില്ല. ഏത് സമയവും അവളെ ഉപദേശിച്ചുകൊണ്ട് പിറകെ നടക്കും. ഓ, ഇവൾക്ക് ഇത്രയ്ക്ക് മാറ്റം വരുമെന്ന് താനും സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ആദ്യമായി താൻ കണ്ട തന്നിഷ്ടക്കാരി പെണ്ണാണോ ഇതെന്ന് അവൻ ഓർത്തു. സെറ്റിയിലിരുന്ന് നോക്കിയപ്പോ ലക്ഷ്മി ഇരുന്ന് രാമനാമം ജപിക്കുന്നു. അവന്റെ കണ്ണുകൾ ആദ്യം ഓടിയെത്തത് അവളുടെ ആലിലെ വയറിലായിരുന്നു. തന്റെ കുഞ്ഞുലക്ഷ്മി അവിടെ സുഖമായി കിടക്കുന്നുണ്ട്. കാണാൻ കൊതിയാകുന്നു തന്റെ മുത്തിനെ. ആ കുഞ്ഞി കണ്ണുകൾ തുറക്കുമ്പോ ആദ്യം അച്ഛയെ കാണണം കേട്ടോ. ഫോൺ ശബ്ദിച്ചപ്പോഴാണ് അവൻ എഴുന്നേറ്റ് പോയത്. നോക്കിയപ്പോ ഹേമയാണ്. പക്ഷെ അവൻ സേവ് ചെയ്തിരിക്കുന്നത് രാഹുൽ എന്നായിരുന്നു. ഹലോ, ഹലോ മിസ്റ്റർ അനു. യെസ്, ടെൽ മീ. ഞാൻ 3-4 പ്രാവശ്യം രാജീവിന്റെ ഫോണിൽ വിളിച്ചു. ബട്ട് അയാൾ ഫോൺ എടുക്കുന്നില്ല. നിന്റെ അഭിനയമൊന്നും എൻ്റെ അടുത്ത് വേണ്ട കേട്ടോടി. അതൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി. പ്ലീസ് ബിലീവ് മീ. ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്. എന്തോന്ന് സത്യം? ഒരു ശീലാവധി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. നീ ഞാൻ പറഞ്ഞതുപോലെ ഒരു മെസ്സേജ് അയക്ക്. എന്നിട്ട് എന്നെ വിളിക്ക്. ഇന്നല്ല, നാളെ. ഇന്നിനി എന്റെ ഫോണിൽ വിളിക്കരുത്. സർ പ്ലീസ്. സാറോ? ആരുടെ സാറ്? നിന്നോട് പറഞ്ഞതങ്ങ് അനുസരിച്ചാ മതി. നാളെ കൃത്യം 10 മണിക്ക് നീ എന്നെ വിളിക്കണം. അപ്പോഴേക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരിക്കണം. വൈശാഖൻ അതും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇവളോട് കൂടുതൽ സമയം സംസാരിച്ചുകൊണ്ടിരുന്നാൽ തനിക്ക് പണി കിട്ടുമെന്ന് അവനറിയാം. രാത്രിയിലൊരു 7 മണിയായപ്പോ ലക്ഷ്മിക്കാകെ ഭയങ്കര ഛർദിയും തലകറക്കവും. കുറേ സമയം നോക്കിയിട്ടും അവൾക്ക് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ അവൾ തളർന്നു വീണു. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് വൈശാഖൻ കാറെടുത്തു. സുമിത്രയും അവരുടെ ഒപ്പം പോകാൻ റെഡിയായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടർ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ലക്ഷ്മിക്ക് അസറ്റോൺ പ്രസ്സാണ്. നമുക്ക് ഫ്ലൂയിഡ് ഇടാം, ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞു. അപ്പോൾ തന്നെ ലക്ഷ്മി പേടിച്ചു വരയ്ക്കാൻ തുടങ്ങി. സൂചിയും സിറിഞ്ചുമൊക്കെ അടങ്ങുന്ന ഒരു കുഞ്ഞു ട്രേയുമായിട്ട് ഒരു സിസ്റ്റർ അവളുടെ അടുത്തേക്ക് വന്നു. ലക്ഷ്മിയാണെങ്കിൽ നിസ്സഹായിയായി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ദയനീയമായ അവളുടെ നോട്ടം കണ്ടപ്പോ വൈശാഖനും ചങ്കുപിടഞ്ഞു. നേരത്തെ ഒരു ദിവസം അവളെ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോയ അനുഭവം അവനുണ്ടായിരുന്നു. സിസ്റ്റർ, വൈശാഖൻ അവരെ വിളിച്ചു. എന്താണ്? സിസ്റ്റർ, പതിയെ കുത്തണം, അവൾക്ക് സൂചി കാണുന്ന പേടിയാ. അവനത് പറയുകയും സിസ്റ്റർ അവനെ അടിമുടിയെ നോക്കി. ഓക്കെ ഓക്കെ, നിങ്ങളൊന്ന് പുറത്തേക്ക് പൊയ്ക്കോ, അവർ നിർദ്ദേശിച്ചു. മനസ്സില്ലാ മനസ്സോടെയാണ് വൈശാഖൻ ഇറങ്ങിപ്പോയത്. ഇതെന്താണ് കുട്ടി? കൈ വലിച്ചാൽ സൂചിയോടിയില്ലേ? ഇങ്ങനെയൊക്കെയാണെങ്കിൽ നീ പ്രസവവേദന എടുക്കുമ്പോൾ എന്താ ചെയ്യുക? അവർ ദേഷ്യപ്പെടുന്നത് വൈശാഖൻ കേട്ടു. സുമിത്രയ്ക്കും ആകെ സങ്കടമായി. അതെ, മോളോട് അമ്മ എല്ലാ കാര്യവും ഒന്ന് തുറന്നു പറഞ്ഞേക്ക്. ഇങ്ങനെ പേടിച്ച കൊള്ളാമോ? ഞാൻ ആദ്യമായിട്ട് കാണുമോ ഇങ്ങനൊരാളെ. കുറച്ചു കഴിഞ്ഞതും സിസ്റ്റർ ഇറങ്ങി വന്ന് സുമിത്രയോട് പറഞ്ഞു. എന്നിട്ട് വീണ്ടും റൂമിലേക്ക് കയറിപ്പോയി. ഒരു നിമിഷം സിസ്റ്റർ. വൈശാഖൻ അവരുടെ അടുത്തേക്ക് ചെന്നു. അതെ, എന്റെ വൈഫ് ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാണ് എന്ന് കരുതി നിങ്ങൾ ഒരുപാടങ്ങ് ഉപദേശിക്കണ്ട കേട്ടോ. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. കുറച്ച് നേരമായിട്ട് നിങ്ങൾ തുടങ്ങിയിട്ട്. അതും പറഞ്ഞവൻ അമ്മയുടെ അടുത്തേക്ക് നടന്നുപോയി. ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ വൈശാഖനും ഭയങ്കര സങ്കടം. എന്റെ മോളെ എന്തിനെങ്ങനെ കരയുന്നേ? ഡ്രിപ്പ് ഇട്ടില്ലെങ്കിൽ മോൾക്ക് ക്ഷീണമാകും, അതല്ലേ? ഓ, എന്നാലും എൻ്റെ അമ്മേ, സത്യം പറഞ്ഞാൽ എനിക്ക് പേടിച്ചിട്ട് വയ്യ. ഒരു പെൺകുട്ടിയാണെങ്കിൽ ഡേറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ വന്നു. അവളുടെ കരച്ചിൽ കണ്ട് ലക്ഷ്മി ആകെ പേടിച്ചുപോയി. അങ്ങനെ പേടിച്ച കൊള്ളാമോ? നമുക്ക് കുഞ്ഞുവാവേ വേണ്ടേ? സുമിത്ര എന്തൊക്കെ പറഞ്ഞിട്ടും ലക്ഷ്മിക്ക് ആശ്വാസമായില്ല. അന്ന് ഒരുപാട് രാത്രിയായി അവർ വന്നപ്പോ. ഞാൻ കുളിക്കണോടീനി? ഓ വേണ്ട, ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല. എന്നാലും സാരമില്ല, ഇനി കിടന്നു കഴിഞ്ഞ് വീണ്ടും ഛർദ്ദിച്ചാലോ? പാവം വൈശാഖൻ വീണ്ടും കുളിക്കാനായി കയറി. ഓ എന്റെ വൈശാഖേട്ടാ, എനിക്ക് ഓർത്തിട്ട് പേടിയാവുന്നു. എന്റെ വിറയിൽ ഇതുവരെ മാറിയിട്ടില്ല. ലക്ഷ്മി കട്ടിലേക്ക് വന്ന് കിടന്നുകൊണ്ട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എങ്ങനാ ലക്ഷ്മി? എന്ത്? ഒന്ന് പോ മനുഷ്യമിണ്ടാതെ. ആ, ഇപ്പൊ അങ്ങനെയായോ? ദേ, കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഒരു കാര്യം പറഞ്ഞേക്കാം, മോനായാലും മോളായാലും നമുക്കൊരു കുഞ്ഞു മതി. അവന്റെ മറുപടിക്ക് കാക്കാതെ അവൾ കണ്ണുകൾ അടച്ചു. അവൻ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് അശോകേട്ട. മോളുടെ സംസാരത്തിലും എനിക്ക് അങ്ങനെയാ തോന്നിയേ. ശ്യാമളയും അശോകനും തമ്മിൽ അതായിരുന്നു ചർച്ച.
അശോകൻ ഷോപ്പിൽ നിന്ന് വന്നപ്പോൾ 11 മണി കഴിഞ്ഞു. കുറേയേറെ കണക്കുകളൊക്കെ അയാൾക്ക് നോക്കാനുണ്ടായിരുന്നു. എന്നാലും എനിക്കങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. എവിടെയോ കിടന്ന് ഒരുത്തിയുടെ പിറകെ പോയവനാണ് രാജീവൻ. അവനെ അത്രയ്ക്കങ്ങ് വിശ്വസിക്കണ്ട. അതും ശരിയാ. പക്ഷേ നമ്മുടെ മോൾക്ക് അവനെ ഉപേക്ഷിക്കാൻ മനസ്സ് വരുന്നില്ല. പിന്നെ നമ്മളെന്താ ചെയ്യുക? അതല്ലേ ഇപ്പൊ ആകെ കുഴപ്പം. ദീപമോളോട് ഞാൻ എത്ര തവണ പറഞ്ഞതാണെന്നോ ഈ ബന്ധം നമുക്ക് വേണ്ടാന്ന്. കേൾക്കണ്ടേ ആ കുട്ടി? ഉം വരട്ടെ, നോക്കാം. എന്റെ മോളുടെ കണ്ണു നിറയാൻ ഇനി അവൻ ഇടവരുത്തിയാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഓ, ഇനി ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. കിടക്കാൻ നോക്ക്. ശ്യാമള ലൈറ്റ് അണച്ചു. കാലത്തെ ദീപ ഉണർന്നപ്പോ രാജീവിന്റെ ഇടങ്കൈ അവളുടെ ദേഹത്താണ്. കട്ടിലിന്റെ ഓരോ വശങ്ങളിലുമായിട്ടാണ് രണ്ടാളും കിടന്നത്. പിന്നെ എപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അവൾ ഓർത്തു. ദീപമെല്ലെ അവന്റെ കൈ തന്നിൽ നിന്നും എടുത്തു മാറ്റി പുതുപ്പെടുത്ത് അവന്റെ ദേഹത്ത് ശരിയായി പുതുപ്പിച്ചു. എന്നിട്ടാണ് അവൾ എഴുന്നേറ്റ് പോയത്. രാജീവനൊപ്പം കണ്ണു തുറന്നു. അവൻ ഉറക്കം നടിച്ച് കിടക്കുകയായിരുന്നു. ദീപയോട് തനിക്ക് പറ്റിയ തെറ്റ് ഏറ്റു പറയണമെന്ന് അവൻ തീരുമാനിച്ചു. ഏതോ ഒരു പെണ്ണ് കാരണം തന്റെ ജീവിതം കളയാൻ ഇനി താൻ ഒരുക്കമല്ല. ഫോൺ റിങ് ചെയ്തപ്പോൾ അവൻ അതെടുത്തു നോക്കി. ഹേമ കോളിംഗ്. അവൻ അപ്പം തന്നെ അത് കട്ട് ചെയ്തു. വീണ്ടും വീണ്ടും അവൾ വിളിച്ചുകൊണ്ടേയിരുന്നു. രാജീവൻ പക്ഷേ അത് അറ്റൻഡ് ചെയ്തില്ല. ഒടുവിൽ അവന്റെ ഫോണിലേക്ക് അവൾ മെസ്സേജ് അയച്ചു. രാജീവ്, എനിക്ക് നിങ്ങളെ ഉടനെ കാണണം. അതായിരുന്നു അവളുടെ മെസ്സേജ്. സോറി, എനിക്ക് സമയമില്ലെന്ന് അവൻ തിരിച്ച് റിപ്ലൈ കൊടുത്തു. അപ്പോഴേക്കും അവൾ വീണ്ടും അവനെ വിളിച്ചു. ഒടുവിൽ അവൻ ഫോൺ എടുത്തു. പ്ലീസ് രാജീവ്, എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം. എനിക്കൊന്നും സംസാരിക്കാനില്ല. ഒരബദ്ധം പറ്റിപ്പോയതിന്റെ കുറ്റബോധത്തിൽ ഞാൻ നീറി നീറി കഴിയുകയാണ്. അവൻ പെറുപെറുത്തു. ഓക്കെ ഓക്കെ, പക്ഷെ എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം. എനിക്ക് കാണട്ടെന്ന് പറഞ്ഞില്ലേടി. മര്യാദയ്ക്ക് ഫോൺ വെക്ക്. മേലാൽ ഇനി എന്റെ ഫോണിൽ നിന്റെ കോൾ വരരുത്. അവൻ ഫോൺ കട്ട് ചെയ്തു. അവനുള്ള ചായയുമായി വന്ന ദീപ ഇതെല്ലാം കേട്ടുകൊണ്ട് വാതിൽക്കൽ നിൽപ്പുണ്ടായിരുന്നു. കാലത്തെ 10 മണിയായപ്പോൾ വൈശാഖൻ കാപ്പികുടിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്കൊന്നിറങ്ങി. ഹേമയോട് വിളിക്കാൻ പറഞ്ഞ സമയമായിരുന്നപ്പോൾ വീട്ടിൽ വെച്ച് അവളോട് സംസാരിച്ചാൽ ആരെങ്കിലും കേട്ടാലോ എന്ന ഭയം അവനുണ്ടായിരുന്നു. പറഞ്ഞ സമയത്ത് തന്നെ അവൾ വൈശാഖിനെ വിളിച്ചു. ഹലോ. പറയ് ഹേമ. ഞാൻ രാജീവിന്റെ ഫോണിൽ കുറേ തവണ വിളിച്ചു. അയാൾ വരാൻ കൂട്ടാക്കുന്നില്ല. ഓ, ഇപ്പൊ അങ്ങനായോ? ഇതൊക്കെ ഞാനെങ്ങനെ വിശ്വസിക്കും? അയാളെ വിളിച്ച് സംസാരിച്ചത് മുഴുവൻ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുടെ ഫോണിലേക്ക് ഇപ്പോൾ തന്നെ അയച്ചു തരാം. നീ എൻ്റെ അടുത്ത് വിളച്ചിലിറക്കരുത് കേട്ടോ. ഞാൻ ആള് വേറെയാണ്. ഞാൻ പറയുന്നത് സത്യമാണ്. ഓഡിയോ ഒന്ന് കേട്ടാ മതി. ശരി ശരി. അവൻ ഫോൺ കട്ട് ചെയ്തു. അവൾ അയച്ചു കൊടുത്ത ഓഡിയോ അവൻ കേട്ടു നോക്കി. അടുത്തതായി അവൻ ഫോണെടുത്ത് രാജീവിനെയാണ് വിളിച്ചത്. ഈ സംഭവത്തിന് ശേഷം ഇതുവരെ അവൻ രാജീവിനെ വിളിച്ചില്ലായിരുന്നു. 1-2 തവണ ബെല്ലടിച്ച ശേഷം അയാൾ ഫോൺ എടുത്തു. ഹലോ, രാജീവേട്ട, തിരക്കാണോ? അല്ല വൈശാഖ, ഞാനിന്ന് ഓഫാണ്, വീട്ടിലുണ്ട്. ആണോ? നമുക്കൊന്ന് നേരി കാണാൻ പറ്റുമോ? അതിനെന്താ, നീ എവിടെ വരും? ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് ഒരു 12 മണിയാകുമ്പോൾ കാണാം. ഓക്കെ. വൈശാഖൻ ഫോൺ കട്ട് ചെയ്തു. തിരികെ വീട്ടിലെത്തിയപ്പോൾ ലക്ഷ്മി ഓക്കാനിക്കുന്നുണ്ട്. ഷോ, ഇതെന്താമ്മ ഇങ്ങനെ? ചില കുട്ടികൾക്ക് ഇങ്ങനെയാണ്, മാറിക്കോളും. ഓ, എന്നാലും ഇതെന്തൊരു കഷ്ട. അവൾക്കാണെങ്കിൽ തീരെ വയ്യാത്ത പോലെ. ഹോസ്പിറ്റലിൽ പോണോ ലക്ഷ്മി? അവൻ ദയനീയമായി അവളെ നോക്കി. തിരിച്ചവനെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കുകയാണ് ലക്ഷ്മി ചെയ്തത്. മോള് പോയി കിടന്നു. കുറച്ചു കഴിയുമ്പോൾ ക്ഷീണം മാറും. മുറ്റത്തൊരു വണ്ടി വന്ന് നിന്നപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്ക് പോയി. അശോകനും ശ്യാമളയുമായിരുന്നു. കുറേ പലഹാരങ്ങളുമായിട്ട് മകളെ കാണാൻ വന്നതാണ്. അപ്പോഴാണ് ലക്ഷ്മി തലേ ദിവസം ഹോസ്പിറ്റലിൽ പോയ വിവരമൊക്കെ അവരറിയുന്നത്. എനിക്കും ഇങ്ങനെയായിരുന്നു ദീപയായിരുന്നപ്പോ. ശ്യാമള പറഞ്ഞു. ഓ, പാരമ്പര്യമായിരിക്കും എനിക്ക് കിട്ടിയത്. ലക്ഷ്മിക്ക് നെറ്റി ചുളിഞ്ഞു. 3 മാസത്തെ കാര്യമുള്ളൂ, അത് കഴിഞ്ഞ് മാറിക്കോളും. അവർ മകളെ സമാധാനിപ്പിച്ചു. മോളെ കുറച്ചു ദിവസത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നാ ഞങ്ങൾ. അശോകൻ പറഞ്ഞു. അതെ അതെ, കുറച്ചു ദിവസം അവിടെ ഒന്ന് താമസിക്കും മോളെ. ശ്യാമള അവളുടെ കൈ പിടിച്ചു. ആദ്യമൊക്കെ ലക്ഷ്മിക്ക് മടിയായിരുന്നെങ്കിലും അവർ കുറേ നിർബന്ധിച്ചപ്പോൾ അവൾ പോകാൻ തയ്യാറായി. ഇതിനാണോ രണ്ടും കൂടി എഴുന്നള്ളി വന്നത്? വൈശാഖൻ മനസ്സിൽ പറഞ്ഞു. ഏട്ടാ, ഞാൻ 2 ദിവസം പോയി നിന്നിട്ട് വരാല്ലേ? റൂമിൽ വെച്ചവൾ വൈശാഖനോട് ചോദിച്ചു. ആ, എന്തു വേണേലും ചെയ്യ. അവൻ താല്പര്യമില്ലാത്ത മട്ടി പറഞ്ഞു. അച്ഛനാണെങ്കിൽ നിർബന്ധിക്കുവാ, അതുകൊണ്ടാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ.
പിന്നെന്താ? പിണങ്ങിയോ? എന്നാ ഞാൻ പോകുന്നില്ല. ഞാൻ പിണങ്ങിയൊന്നുമില്ല. നീ പോയിട്ട് വാ. എനിക്ക് അത്യാവശ്യമായിട്ട് ടൗണിൽ വരെ ഒന്ന് പോണം എന്ന് പറഞ്ഞുകൊണ്ടവൻ ഷർട്ടെടുത്തിട്ടു. അശോകനോടും ശ്യാമളയോടും യാത്ര പറഞ്ഞ് അവൻ വേഗം ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പോയി. പാർക്കിലെ ബെഞ്ചിലിരിക്കുവാണ് രാജീവനും വൈശാഖനും. ഏട്ടാ, തെറ്റാർക്കും സംഭവിക്കും. അത് സ്വാഭാവികമാണ്. വൈശാഖൻ അവനെ നോക്കി. ദീപേച്ചി ക്ഷമിക്കും, എനിക്കറിയാം. കാരണം അന്ന് എല്ലാവരും ചേച്ചിയോട് പറഞ്ഞതാ രാജീവേട്ടനുമായിട്ട് ഇനി ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്ന്. പക്ഷെ ചേച്ചി എല്ലാവരെയും ധിക്കരിച്ചുകൊണ്ട് അന്നു പറഞ്ഞു ഏട്ടനെ വേണോന്ന്, ഏട്ടന്റെ വീട്ടിൽ പോണോന്ന്. രാജീവൻ ഒന്നും മിണ്ടാതെ അവൻ പറയുന്നത് കേൾക്കുകയാണ്. ഏട്ട, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതൊക്കെ മറക്ക്. എന്നിട്ട് പുതിയൊരു ജീവിതം തുടങ്ങ്. അതേ ഉള്ളൂ എനിക്ക് പറയാൻ. മാപ്പർഹിക്കാത്ത തെറ്റാണ് ഞാൻ ചെയ്തത്. അതെനിക്കറിയാം. ഏത് നശിച്ച നിമിഷത്തിലാണ് അവൻ തലയ്ക്ക് കയ്യൂന്നിയിരുന്നു. ഏട്ടാ, ദീപേച്ചി മാപ്പ് തരും, എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ രണ്ടാളും തുറന്ന് സംസാരിക്കും. അപ്പോൾ തീരും പ്രശ്നങ്ങൾ. എനിക്ക് അവളോടെല്ലാം ഏറ്റു പറയണമെന്നുണ്ട്. എന്നാലും അതിന് സാധിക്കുന്നില്ല. ദീപേച്ചി ഏട്ടനറിയില്ലേ, ചേച്ചി ഒരു പാവമാണ്. അതെ, അവൾ പാവമാണ്. ആ കാലിൽ വീണ് 1000 മാപ്പ് പറഞ്ഞാലും മുകളിലിരിക്കുന്ന ആൾ എനിക്ക് മാപ്പ് തരില്ല. അത് പറയുമ്പോൾ അയാളുടെ ശബ്ദം ഇടറി. അതൊക്കെ ഏട്ടന്റെ തോന്നലാ. പറഞ്ഞാൽ തീരാത്ത എന്തു പ്രശ്നമാണ് ഈ ലോകത്തുള്ളത്. എന്നാലും ഞാൻ ഒരെന്നാലും ഇല്ല. ഏട്ടൻ ഇന്ന് തന്നെ ചേച്ചിയോട് സംസാരിക്കും. ചേച്ചി പൊറുക്കും, എനിക്ക് ഉറപ്പ്. വൈശാഖിനോട് സംസാരിച്ചപ്പോൾ രാജീവിന് ഒരുപാട് ആശ്വാസം തോന്നി. കാരണം താൻ ഇത്രയും ദിവസം എല്ലാം അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇനി വൈകിക്കേണ്ട, ഏട്ടൻ ചെല്ല്. അതിരിക്കട്ടെ, ലക്ഷ്മി എന്തു പറയുന്നു? അവൾക്ക് ഭയങ്കര വോമിറ്റിങ്. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി ഫ്ലൂയിഡ് ഇട്ടു. ആണോ? കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളുമല്ലേ? വേറെ പ്രോബ്ലം ഇല്ലല്ലോ? അങ്ങനാ ഡോക്ടർ പറഞ്ഞത്. വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ ഇടയ്ക്ക് വരാട്ടോ ലക്ഷ്മിയെ കാണാൻ എന്നു പറഞ്ഞ് രാജീവൻ കാറി കയറി. അയാൾ പോകുന്നത് നോക്കി നിൽക്കുവാണ് വൈശാഖൻ. ഓ, അങ്ങനെ അത് ക്ലിയറായി തോന്നുന്നു. രാജീവേട്ടനെ കുറ്റം പറയാനും പറ്റില്ല. അങ്ങനൊരു ഐറ്റത്തിന്റെ അടുത്തല്ലേ ചെന്ന് പെട്ടത്. വൈശാഖൻ ഫോണെടുത്തു. വീണ്ടും ഹേമയുടെ നമ്പറിൽ വിളിച്ചു. ഹലോ. അവളുടെ ശബ്ദം കേട്ടു. തുടരും.